അസ്സാം വലൈക്കും. ഒരു നായിൻ്റെ എൻ്റെ കാലിൽ കുടുങ്ങി പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കൂലല്ലേ. പക്ഷെ ആക്ച്വലി ഇത് ഉണ്ടായൊരു ഇൻസിഡൻ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനും അമ്മയും കൂടി ബീച്ചിൽ പോയതേനു. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കളിക്കാന്നുള്ള പ്ലാനിൽ നമ്മൾ മണ്ണിൻ്റെ ഭാഗത്തേക്ക് പോകും. അമ്മ കുറച്ച് ബാക്കിലയച്ച് മണ്ണിൽ ഇരിക്കുകയാണ്. ഞാൻ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് കടലിൻ്റെ അടുത്തേക്കാണ് ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം അമ്മ എന്നോട് അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് 2 നായി വരുന്നുണ്ട്, നോക്കിക്കോ, ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, എനിക്കാണെങ്കിൽ നായിനൊന്നും പേടിയേ ഇല്ലേനു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞേ അതൊന്നൊരു വിഷയമല്ല, എന്നെ കടിക്കൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. ഞാൻ വെള്ളത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ വെള്ളത്തിൽ കളിക്കുകയാണെങ്കിലും അമ്മ അത് പറഞ്ഞോണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു, ആ നായി ഇങ്ങനെ എന്നാണോ നോക്കണമെന്ന്. പക്ഷെ അല്ല, അതിങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാൻ വലിയ കാര്യമാക്കിയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ബാക്കോട്ട് തിരിഞ്ഞപ്പോൾ ഉണ്ട് ഒരു നായി എൻ്റെ നേർക്ക് ഓടണ്. എനിക്ക് തിരിഞ്ഞു ഓടാൻ കഴിയില്ല, കാരണം ബാക്കിൽ കടലല്ലേ. അപ്പം ഞാൻ എന്താക്കും, ആക്ച്വലി പച്ച എന്താ വെച്ചാൽ 2 നായ ഉണ്ടായിരുന്നു. അതിൽ ഒരു നായാണ് എന്നെ കടിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആ നായിനെ ശ്രദ്ധിച്ചില്ല, ഞാൻ മറ്റേ നായിനാണ് നോക്കുന്നത്. അതാണെങ്കിൽ എന്താ പറയുക, അതിൻ്റെ കാര്യം നോക്കി അങ്ങനെ അങ്ങനെ നടന്നു പോവാണ്. അപ്പം ഞാനും മറ്റേനെ ശ്രദ്ധിക്കണില്ലല്ലോ. ഇത് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴാണ് ഇത് എൻ്റെ നേർക്ക് ഓടി വരുന്നതന്നെ ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ എന്താക്കി, എങ്ങനെയെങ്കിലും അമ്മൻ്റെ അടുത്തേക്ക് ഓടി എത്താന്നാണ് എൻ്റെ ലക്ഷ്യം. അപ്പം എൻ്റെയും അമ്മൻ്റെ ഇടയിലാണ് ഈ നായി നിൽക്കുന്നത്. ഞാൻ കടലിൻ്റെ അവിടെയും മമ്മ ബാക്കിൽ മണ്ണിൻ്റെ അവിടെയും, അതിൻ്റെ ഇടയിലാണ് ഈ നായി നിൽക്കുന്നതും. ഞാൻ ചുറ്റി വളഞ്ഞിട്ടാണ് മമ്മൻ്റെ അടുത്തേക്ക് പോകുന്നത്, കാരണം എനിക്ക് നേരെ പോകാൻ കഴിയില്ലല്ലോ. അപ്പം ഞാൻ ഈ ചുറ്റി വളഞ്ഞ് പോകുമ്പോൾ അപ്പുറത്ത് കൂടെ മറ്റേ നായി ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് ആ വെപ്രാളത്തിൽ ഞാൻ പോയിച്ചാൽ മറ്റേ നായിനെ ഇടിച്ച്, അതിന് പിന്നെ എന്തോ ഭാഗ്യത്തിൽ എന്നെ കടിക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നു. പക്ഷെ ഇടിച്ച സമയത്ത് അതിൻ്റെ കാലിൻ്റെ വിരലിൽ കുടുങ്ങി. എന്നിട്ട് അതിന് പോകാൻ കഴിയില്ല. എനിക്ക് എന്നിട്ട് നമ്മൾ 2 സ്റ്റക്കായി നിൽക്കുക. എന്നിട്ട് അത് കിടന്ന് കരയുന്നുണ്ട്. ഞാനാകെ പേടിച്ച് എങ്ങനെയൊക്കെയോ അവിടുന്ന് മമ്മ എന്തോ ചെരുപ്പ് എന്തോ എടുത്ത് എറിഞ്ഞ് അങ്ങനെ ആ 2 നായും എങ്ങനെയോ ഓടിപ്പോയി. ഇത് മൊത്തം ഒരു 1 മിനിറ്റ് 2 മിനിറ്റിൽ നടന്ന സംഭവമാണ്. പക്ഷെ ആ ഇൻസിഡന്റിന് ശേഷം നായിന് പേടിയല്ലാത്ത എനിക്കിപ്പോൾ നായിന് പേടിയാണ്. ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു നായ് വരുന്നുണ്ടെങ്കിൽ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. ഞാൻ ആ നായ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്താൽ ഞാൻ പിന്നെയും ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അതെങ്ങനെ എന്നെ കടിക്കാൻ വന്നാൽ എറിയാൻ വേണ്ടി എന്തെങ്കിലും റെഡിയാക്കി അങ്ങനെയൊക്കെ അപ്പം നടക്കല്. ബീച്ചിൽ നിന്ന് വേറൊരു ദിവസം അതേമാതിരി ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുമ്പാ തോന്നുന്നത്. ഞാനും മമ്മ ഇങ്ങനെ ഇരിക്കും, നമ്മൾ നേരെ ഒരു നായ വന്നു. ബീച്ചിൽ നിന്നാണ് എനിക്ക് അധികം ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായത്. എന്തായാലും തോന്നുന്നവർക്ക് നമ്മളതിനൊന്നും ചെയ്യണമെന്നില്ല. പക്ഷെ വെറുതെ ഇരിക്കും, നമ്മളെ കാണുമ്പോൾ അവർ നല്ല സുഖമായിരിക്കേണ്ട, ഒന്ന് പോയി കടിക്കുക, ഒരു രസമില്ലെന്ന് വിചാരിക്കേണ്ടായിരിക്കും. എന്തായാലും അതിനെ ഇപ്പോഴും നായിനെ പേടിയാണ്. പിന്നെ ഈ സംഭവത്തിന്റെ വീഡിയോ എന്തായാലും ഉണ്ടായില്ല, കാരണം ആ സമയത്ത് ആരാ വീഡിയോ എടുക്കാൻ നോക്കല്. അപ്പം ഞാൻ എൻ്റെ ഉള്ള ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് വീഡിയോ ആക്കിയതാണ്. അപ്പം വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അങ്ങനെ കണ്ടു പോകാന്നേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.